നമസ്കാരം. രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ഇടം നേടിയതാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏപ്രിൽ 22 നടന്ന ഹൃദയഭേദകമായ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് മറുപടിയായി ഇന്ത്യൻ സൈന്യം മെയ് 7 പുലർച്ചെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണങ്ങൾ നടത്തി. അതിനു പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പ്രത്യക്ഷപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂർ പോസ്റ്റർ ഭാരതീയർ ജാതി മത ഭേദമന്യേ കഴിയുന്നിടത്തെല്ലാം ഷെയർ ചെയ്യുന്നതാണ് ലോകം കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക ദൗത്യമല്ല എന്നും ആഗോളതലത്തിൽ രാജ്യത്തിൻ്റെ ദൃഢനിശ്ചയം, ധൈര്യം, വളർന്നു വരുന്ന ശക്തി എന്നിവയെ പ്രതിഫലിപ്പിക്കുന്ന മാറുന്ന ഭാരതത്തിൻ്റെ മുഖം ആണെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാതിൽ പറഞ്ഞത്. ഇപ്പോഴിതാ രാജ്യത്തിന് അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പൂക്കളം നീക്കം ചെയ്യണമെന്ന് കേരള പോലീസ് ആവശ്യപ്പെട്ടത് വൻ വിവാദമായി മാറിയിരിക്കുകയാണ്. കൊല്ലം ശാസ്താംകോട്ട മുതിപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലാണ് സംഭവം. ക്ഷേത്രത്തിന് മുൻപിലെ വഴിയിൽ പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കളാണ് പൂക്കളം തയ്യാറാക്കിയത്. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രേഖപ്പെടുത്തിയതാണ് പോലീസ് ഇടപെടലിന് കാരണമായത്. പൂക്കളം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് സംഘം സ്ഥലത്തെത്തി. ഇത് നീക്കിയില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും യുവാക്കൾക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ക്ഷേത്ര ഭരണസമിതിയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടിയെന്നും കമ്മിറ്റിയിൽ ചില CPM നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത്തപ്പൂക്കളം മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്ഥലത്ത് തർക്കങ്ങളും ഉടലെടുത്തു. എന്തായാലും യുവാക്കൾ പൂക്കളം മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നാണ് വിവരം. സംഭവത്തിൽ വൻ വിമർശനമാണ് പോലീസിന് നേരെ ഉയരുന്നത്. അത്തപ്പൂക്കളം ഇടണമെങ്കിൽ ഇനി പൂക്കളങ്ങളുടെ ഡിസൈൻ്റെ ഒരു ലിസ്റ്റ് ആദ്യം ഏമാന്മാർക്ക് അയച്ച് അപ്രൂവൽ വാങ്ങണോ എന്ന് പ്രതികരിച്ച് BJP നേതാവ് യുവരാജ് ഗോകുലും രംഗത്തെത്തി. ഓണപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയാൽ പോലീസ് കേസെടുക്കുമത്രേ. എന്നാൽ പിന്നെ പൂക്കളങ്ങളുടെ ഡിസൈൻ്റെ ഒരു ലിസ്റ്റ് ആദ്യം ഏമാന്മാർക്ക് അയച്ച് അപ്രൂവൽ വാങ്ങാം. പോയി പണി നോക്ക് സാറന്മാരെ എന്നാണ് യുവരാജിൻ്റെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം. വെബ് ഡെസ്ക് തത്വമയി TV.